ചങ്ങനാശ്ശേരി രൂപതയിലെ പറാൽ സെന്റ് ആന്റണീസ് പള്ളിയുടെ വികാരിയായിരുന്ന ജോസ് മുല്ലക്കരിയച്ചന്റെ ഓർമ്മകളിൽ നിന്ന്. സഹോദരന്മാരെ, ലാസറിന്റെ മരണത്തിൽ ദുഃഖിച്ചിരുന്ന മർത്തായെയും മറിയത്തെയും ആശ്വസിപ്പിക്കുവാൻ ധാരാളം യഹൂദർ അവരുടെ വീട്ടിൽ വന്നിരുന്നു. എന്നാൽ അവർ രണ്ടുപേരും ഈ ആശ്വാസവാക്കുകൾ കേട്ടിട്ടൊന്നും അവരുടെ കരച്ചിൽ നിർത്തിയില്ല. അവസാനം സാക്ഷാൽ നസ്രായൻ മർത്തായുടെയും മറിയത്തിന്റെ മുമ്പിൽ നിന്ന് വന്ന് ചോദിച്ചു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? മർത്ത വിശ്വസിച്ചു, മറിയം വിശ്വസിച്ചു. അവർ ഇരുവരും ലാസറും നിത്യജീവൻ കണ്ടെത്തുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ദീർഘായുസ്സുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച നന്മയുടെ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവം എല്ലാ പ്രചോദനങ്ങളും നൽകിയ സ്നേഹനിധിയായ ഖണ്ഡങ്കേരിൽ അപ്പച്ചായന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിലാണ് നമ്മളെല്ലാവരും നിൽക്കുക. ദീർഘകാലം ഭൂമിയിൽ ജീവിക്കുവാൻ നീ നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. എഫേസൂസ് ലേഖനത്തില് പൗലോസ് ലേഖ ഈ കൽപ്പനയ്ക്ക് വ്യാഖ്യാനം എന്നോണം പറയും, വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാണിത്. അപ്പച്ചായൻ 94 വയസ്സുവരെ നമ്മുടെ മുമ്പിൽ ജീവിച്ചതിന് കാരണവും അതുതന്നെ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ നീ നിന്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുക. സ്നേഹമുള്ളവരെ, അപ്പച്ചായനെ കുറിച്ച് ദീർഘമായി പറയാനുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഒരു ഭാഗം, അവസാന 10 വർഷത്തെ പരിചയമേ എനിക്കുള്ളൂ. അതിനു മുമ്പുള്ള 84 വർഷങ്ങൾ ഒരു പുരുഷായുസ്, അതൊരു കർമ്മയോഗിയുടെ പുരുഷായുസാണ്. വെറുതെ ജീവിച്ച് കടന്നുപോയൊരു ജീവിതമല്ല. നന്മ ചെയ്ത് സമൂഹത്തിൽ മാറ്റം വരുത്തി താനായിരിക്കുന്ന ഇടവകയില് തന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം വിശുദ്ധിയും ആത്മീയതയും വളർത്തിയ ഒരു ആചാര്യന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുക. എനിക്കുള്ള അറിവ് വെച്ച് അപ്പച്ചായനെ പറാൽ ഗ്രാമത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് പോലും തെറ്റല്ല എന്നെനിക്ക് തോന്നുകയാണ്. കാരണം ഈ ഇടവകയിൽ, ഈ സമൂഹത്തിലെ ഓരോ വീട്ടിലും, ഓരോ പ്രശ്നങ്ങളിലും, പ്രത്യേകിച്ച് നമുക്ക് അതിരൂക്ഷമായ ചില പ്രശ്നങ്ങളിലൊക്കെ അപ്പച്ചായന്റെ നിലപാടുകൾ വളരെ വളരെ ആവശ്യമുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് ചില തീരുമാനങ്ങളൊക്കെ ഈ ഗ്രാമത്തിന് വേണ്ടി എടുത്തത് എന്ന് നമുക്കറിയാം. അപ്പച്ചായനെ കുറിച്ചുള്ള ഓർമ്മകളിൽ എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട്, അപ്പച്ചായൻ ദൈവഹിതപ്രകാരം കുടുംബജീവിതം നയിച്ച നല്ല ഒരു കുടുംബനാഥനായിരുന്നു. നല്ലൊരു ഭർത്താവ്, നല്ല ഒരു അപ്പൻ. ഇന്ന് രാവിലെ ടീച്ചർ എന്നോട് പറഞ്ഞ, എനിക്ക് ഇത്രേ ഡാഡിയെക്കുറിച്ച് പറയാനുള്ളൂ. 7 മക്കളുണ്ട്, അവരെല്ലാവരും നല്ല നിലയിലായി. 14 കൊച്ചുമക്കളുണ്ട്, അവരെല്ലാം നന്നായി പഠിക്കുന്നു. പൗലോസിന്റെ വചനം, നീ നിന്റെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കുക. അപ്പച്ചായൻ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിച്ചു. ടീച്ചർ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, അത് ഈ കുടുംബത്തെ ഒരുമിച്ച് നിർത്തിയ, ഈ കുടുംബത്തെ ഐശ്വര്യത്തിലേക്ക് നയിച്ച, കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകിയ പ്രാർത്ഥനയായിരുന്നു. 1947 സ്വാതന്ത്ര്യാനന്തര കാലത്ത് മക്കളെയൊക്കെ പറാലുള്ള ഒരു വീട്ടിൽ നിന്ന് മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പണ്ട് വീട്ടിൽ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, മൂത്ത മക്കളെ വെള്ളത്തിൽ കയറ്റി വിടുന്നതും വെള്ളത്തിൽ നിന്ന് താഴെ വീഴുന്നതും പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തുണി മാറി വീണ്ടും സ്കൂളിൽ വിടുന്നതും ഒക്കെ. അപ്പച്ചായൻ 7 മക്കളെയും പഠിപ്പിച്ചത് ഇന്ന് നമ്മൾ കാണുന്ന പറാലിൽ നിന്നല്ല. വഴിയില്ലാതിരുന്ന, ഒരുപക്ഷെ വൈദ്യുതി വിളക്ക് പോലും ഇല്ലാതിരുന്ന ഒരു പറാലിൽ നിന്നാണ് ഈ 7 മക്കളെയും ഇതു കാണുന്ന അവസ്ഥയിലേക്ക് അപ്പച്ചായൻ കൈപിടിച്ചുയർത്തിയത്. ഈ മക്കളെയെല്ലാം, ടീച്ചർ ഉൾപ്പെടെ മക്കളെയെല്ലാം, എല്ലാവർക്കും അപ്പച്ചായന്റെ പക്കല് ഒരു ഓമന പേരുണ്ട്. ഇവരെ ഒന്നും പേര് വിളിച്ചൊന്നും ഞാൻ കേട്ടു. എല്ലാവരെയും ഓമന പേര് വിളിച്ചു. അത് ടീച്ചർ ഉൾപ്പെടെ. വലിയ സ്നേഹത്തിന്, ശരീരം പോലെ തന്നെ വലുതായൊരു ഹൃദയം. എല്ലാവർക്കും അവിടെ സ്ഥാനമുണ്ടായിരുന്നു. എല്ലാ മക്കൾക്കും മാതൃകയായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് അപ്പച്ചാനിൽ നിന്ന് കുടുംബജീവിതം നയിക്കുന്നവരായ എല്ലാവർക്കും ഈ ഒരു മാതൃക, നമ്മുടെ വിളിയും നിയോഗവും അനുസരിച്ച് ജീവിക്കാനായിട്ട്
നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കുമൊക്കെ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൈതൃകമായി കിട്ടാൻ ഈ അപ്പൻ ഞങ്ങൾക്ക് തന്നത് ഇതാണ്. സ്നേഹത്തിന്റെ, ക്ഷമയുടെ, വിട്ടുവീഴ്ചയുടെ, പങ്കുവയ്ക്കലിന്റെ പാഠം പഠിപ്പിച്ചാണ് ഞങ്ങളുടെ അപ്പൻ കടന്നു പോകുന്നതെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നും പറാലിനെ വിടാതെ മദ്യപാനവും പരസ്പര കുടുംബ കലഹവും ഒക്കെ നമ്മുടെ ഇടയിലുള്ളപ്പോൾ അപ്പച്ചായന്റെ ഈ ജീവിത വിശുദ്ധി, എന്നും നന്മയ്ക്ക് വേണ്ടി, ധാർമ്മികതയ്ക്ക് വേണ്ടി നിന്ന അപ്പച്ചായന്റെ ജീവിത മാതൃക ഈ കുടുംബത്തിന് തന്നെയല്ല, പറാൽ മുഴുവനും മാതൃകയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയാണ്. രണ്ടാമതായിട്ട് അപ്പച്ചായനെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കേണ്ടത് പറാൽ എന്ന ഒരു കൊച്ചി ഇടവകയിലെ അംഗമായിട്ടാണ്. കണ്ടങ്കേരി കുടുംബം നമുക്കറിയാം, അത് വലിയ പള്ളിയുടെ ഭാഗമാണ്. മെത്രാപ്പോലീത്തൻ പള്ളിയിലാണ് കണ്ടങ്കേരിക്കാര് കൂടുതലും അംഗങ്ങളായിരിക്കും. പക്ഷെ അപ്പച്ചായൻ ഈ കൊച്ചു ഗ്രാമത്തില് ഇവിടെ ആയിരിക്കാൻ ഇഷ്ടപ്പെടുകയും ഇത് തെരഞ്ഞെടുക്കുകയും ചെയ്തു. അബ്രഹാമിനെ പോലെ ദൈവം കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അപ്പച്ചായൻ ജീവിതകാലം ഒരുപക്ഷെ ഈ അവസാന നാളുകളിലാണ് ചികിത്സയ്ക്കും മറ്റുമായിട്ട് എറണാകുളത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ തന്നെ ടീച്ചറും അപ്പച്ചായനും ഒരുമിച്ച് അവർ രണ്ടുപേരും മാത്രമായിട്ട് എത്രയോ വർഷം ഈ വീട്ടില് കഴിഞ്ഞിട്ടുണ്ട്. പറാൽ ഇടവകയിൽ ഒരുപക്ഷെ അഭിമന്യ കാവുകാട്ട് പിതാവ് പള്ളി വെഞ്ചരിക്കുന്ന കാലം മുതലുള്ള ചരിത്രമൊക്കെ അപ്പച്ചായൻ അറിയാം. ബേത്ലഹേമിനെ കുറിച്ച് ഈശോയുടെ ജനനത്തിൽ ഒരു വചനമുണ്ടല്ലോ, ബേത്ലഹേം യൂദയ പട്ടണങ്ങളിൽ ഒട്ടും ചെറുതല്ല. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പറാൽ ദേവാലയത്തെ കുറിച്ചും അപ്പച്ചായൻ അങ്ങനെ ഒരു കാഴ്ചപ്പാട്. പറാൽ സെന്റ് ആന്റണീസ് പള്ളി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മറ്റു പള്ളികളിൽ നിന്നും ഒട്ടും താഴെയല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പച്ചായൻ സ്നേഹത്തോടെ പള്ളിക്ക് സംഭാവന ചെയ്ത പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ തിരുസ്വരൂപം. ഒരുപക്ഷെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ മറ്റൊരു പള്ളിയിലും ഇത്രയും വലിയ, ഇത്രയും ഐശ്വര്യമുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു തിരുസ്വരൂപം ഉണ്ടാകുന്നു. അതുപോലെ ഞാനിവിടെ ശുശ്രൂഷ ചെയ്ത കാലത്ത് ഇറ്റലിയിലുള്ള മകളോട് നിർബന്ധിച്ച് ഇറ്റലിയിലെ പാതുവായിൽ നിന്ന് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് ഇവിടെ എത്തിച്ചതുമൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഈ ദേവാലയത്തെ ഈ സെന്റ് ആന്റണീസിൽ അദ്ദേഹം അത്രയധികം സ്നേഹിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ യോഗങ്ങളിലൊക്കെ എനിക്ക് മുമ്പ് യോഗങ്ങളിലൊക്കെ പ്രവാചക ശബ്ദമായിരുന്നു, വിമർശിച്ചിരുന്നു ഇടവകയുടെ ചില നിലപാടുകളെയൊക്കെ. അതൊക്കെ ഈ ഇടവകയെ കൈപിടിച്ചുയർത്തണം, മറ്റിടവകളെ പോലെ ഇത് വളരണം എന്നുള്ള വലിയൊരു നിഷ്ഠയിൽ നിന്ന്, താല്പര്യത്തിൽ നിന്ന് ഉളവായതാണ്. സ്നേഹമുള്ളവരെ, അപ്പച്ചായനെ കുറിച്ച് മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടത് പറാൽ എന്നുള്ള ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഒരു അംഗമായിട്ടാണ്. ഞാൻ പറയും, പറാലിലേക്ക് സംസ്കാരത്തിന്റെ, പുരോഗതിയുടെ വഴി വെട്ടിയ ആളാണ് അപ്പച്ചായൻ. നിങ്ങളില് ഒരുപക്ഷെ എന്റെ പ്രായമുള്ളവർക്ക് പോലും അറിയാം, പറാലിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോകാനായിട്ട് പാലമില്ലാത്ത ഒരു കാലം. തൊട്ടടുത്ത് SB കോളേജും അസംഷൻ കോളേജും ഒക്കെ ഉണ്ടായിട്ടും ഞാനിവിടെ 2003 ഇവിടെ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്നവര് പറാലിൽ നിന്നും വിരലിലെണ്ണാവുന്നവര് മാത്രം. ഇത്ര തൊട്ടടുത്തായിട്ടും, ഒരു നഗരത്തിന് ഇത്ര തൊട്ടടുത്തായിട്ടും ഇങ്ങോട്ട് പുരോഗതി കടന്നു വരാൻ ഒത്തിരി താമസിച്ചു. പക്ഷെ ആ പുരോഗതിയെ കൈപിടിച്ച് ഈ വഴിക്ക് കൊണ്ടുവന്നത് നമുക്കറിയാം. പറാലിലെ വഴിയൊക്കെ ഉണ്ടാകുന്നതിൽ അപ്പച്ചായൻ വഹിച്ച പങ്ക് അത് വളരെ നിസ്തുലമാണ്. പിന്നീട് അപ്പച്ചായൻ രോഗിയായി മാറിയ അവസ്ഥയിൽ അപ്പച്ചായന് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ബുദ്ധിമുട്ടായ അവസ്ഥയിൽ ഞാൻ ഓർക്കുകയാണ്, ആ തിരിദീപം, ആ നിറദീപം ടീച്ചർ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി നമ്മൾ ഇന്ന് കാണുന്ന മഠത്തിന്റെ സൈഡിലൂടെയുള്ള ഈ വഴിയുടെ അത് തെളിക്കാനൊക്കെ ടീച്ചർ മുമ്പിൽ. അതല്ലേ സ്നേഹമുള്ളവരെ പാരമ്പര്യം? നമ്മളിൽ കത്തി അമരുന്നതല്ല പാരമ്പര്യം, നമ്മിൽ നിന്ന് ആളി പടരുന്നതാണ്, മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ് പാരമ്പര്യം. അങ്ങനെ അപ്പച്ചായൻ വിശുദ്ധമായൊരു പാരമ്പര്യത്തിന്, നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ഒരു പുളിപ്പിന് ആരംഭം കുറിച്ച് കടന്നു പോവുകയാണ്. അത് ടീച്ചറിലൂടെ, മക്കളിലൂടെ, കൊച്ചുമക്കളിലൂടെ പറാൽ ഗ്രാമത്തിന് ലോകം മുഴുവനും ലഭിക്കുമെന്നതിന് നമുക്ക് സംശയമില്ല. അപ്പച്ചായന്റെ സമൂഹ ജീവിതത്തിലും രാഷ്ട്രീയ നിലപാടുകളിലും ഒക്കെ എടുത്ത തീരുമാനങ്ങൾ എന്നും നന്മയ്ക്കായി ഭവിച്ചു എന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇത്രയധികം ആയുസ് ദൈവം നൽകിയത് അദ്ദേഹം പാഴാക്കില്ല. ഓരോ വർഷവും കർത്താവിന്റെ മുമ്പിൽ കാണിക്കയായിട്ട് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം ചെയ്തു എന്നുള്ളത്
ദൈവത്തിന്റെ മുമ്പിൽ കാര്യസ്ഥതയുടെ കണക്ക് കൊടുക്കുമ്പോൾ അപ്പച്ചായന്റെ കണക്ക് പുസ്തകത്തിൽ ദൈവം 100-ൽ 100 എന്ന് അവൻ പറഞ്ഞല്ലോ, 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം ചൂട് നിൽക്കുന്ന വിളവയല്. അതാണ് അപ്പച്ചായന്റെ ജീവിതം. അങ്ങനെ നമ്മളിൽ നിന്ന് ഇന്ന് മരണം മൂലം അപ്പച്ചായൻ വേർപിരിയുമ്പോൾ നമുക്ക് പ്രത്യാശയുടെ ഒരു മനുഷ്യൻ, കർത്താവിലുള്ള വിശ്വാസത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ, നമ്മയൊക്കെ ആ വഴിക്ക് നയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മിൽ നിന്ന് അകന്നു പോവുക. നന്മയുടെ നിറവായിരുന്നു അപ്പച്ചായൻ. ഞാൻ എപ്പോഴും ഓർക്കുക, അപ്പച്ചായനെ ഒരിക്കലും നമ്മൾ ദേഷ്യപ്പെട്ടില്ല. ഇത്ര വലിയ പ്രക്ഷുബ്ധതയുടെ മുമ്പിലും ചിരിച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ തിരുത്തുക, ചിരിച്ചുകൊണ്ട് നമ്മളെയൊക്കെ വഴക്ക് പറയും. ഈ ഫോട്ടോയാണ്, ഇതാണ് അപ്പച്ചായന്റെ എപ്പോഴും സ്ഥായീ ഭാവം, എപ്പോഴുമുള്ള മുഖം. ചിരിച്ചുകൊണ്ട് വഴക്ക് പറയുമ്പോഴും തിരുത്തുമ്പോഴും നമുക്കിട്ട് തിരിച്ചു തരുമ്പോഴും ചിരിച്ചു, സമ്മാനമായി വരുമ്പോഴും ചിരിച്ചുകൊണ്ട്, അങ്ങനെ അപ്പച്ചായൻ ചിരിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കും ഈ ചിരി ഉള്ളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിന്റെ തികവിൽ നിന്ന് വരുന്നതാണല്ലോ സംതൃപ്തിയുടെ. ജീവിതം സംതൃപ്തമായിരുന്നു എന്നതിന്റെ അടയാളമാണല്ലോ ചിരി. അപ്പച്ചായൻ ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്നു, സംതൃപ്തിയോടെ കണക്ക് കൊടുക്കാനായി ഉടയവന്റെ പക്കലേക്ക് പോകുന്നു. സ്നേഹമുള്ള അപ്പച്ചായനിലൂടെ ഈ ഗ്രാമത്തിന് പറാൽ സെന്റ് ആന്റണീസ് ഇടവകയ്ക്ക് ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെയും നേട്ടങ്ങളെയും ഞങ്ങൾ ഈ നിമിഷം നന്ദിയോടെ അനുസ്മരിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് അപ്പച്ചായന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. സ്വർഗീയ ഇടത്തിൽ നിത്യപിതാവ് മഹത്വത്തിന്റെ മുടി നൽകി അപ്പച്ചായനെ അനുഗ്രഹിക്കട്ടെ എന്ന്, ഭൂമിയിൽ ചെയ്ത അധ്വാനത്തിനും വിയർപ്പിനും അവിടുന്ന് 100 ഇരട്ടി പ്രതിഫലം തരട്ടെ എന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറിനോടും മക്കളോടും കൊച്ചുമക്കളോടും ബന്ധുക്കളോടും എല്ലാം ഒരിക്കൽ കൂടെ അനുശോചനം പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ.